ഹലോ ഗൈസ്, ഞാൻ അത്ര വിഷമത്തിൽ കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാനിപ്പം ഇവിടെ കേൺസർ ടൗണിൽ വന്നതാണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഓണമൊക്കെയല്ലേ, അപ്പം നമ്മുടെ മാർക്കറ്റിൽ പന്നിക്കടയിൽ ചെന്നു. അപ്പം പന്നിക്കടയിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്തൊരു പെൺപട്ടി, ഒരു അമ്മപ്പട്ടിയാണ്. അത് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ്. ആ അമ്മപ്പട്ടി എൻ്റെ അടുത്ത് വന്ന് നിന്നു, ഒന്നും ചെയ്തില്ല കേട്ടോ. അതിനെ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് ഓർത്തിട്ടായിരിക്കും. എന്നാൽ പിന്നെ അത് പന്നിക്കടേൻ്റെ ഉള്ളിൽ കയറി പന്നിക്കഷ്ണം എടുക്കാൻ നോക്കുമോ, അങ്ങനത്തെ എന്താ പറയുക, ഒരു വൃത്തികെട്ട സ്വഭാവം കാണിച്ചില്ല. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ കാലിൻ്റെ അടുത്ത് കിടന്നു. കടേൻ്റെ പുറത്താണ് കിടന്നത്. വേറെ 2-3 പേരൊക്കെ പന്നി വാങ്ങാൻ നിൽപ്പുണ്ടായിരുന്നു. സാധാരണ വാങ്ങുന്ന ചേട്ടന് വരുന്നില്ല ആ കടയിൽ, വേറെ പുതിയ ചേട്ടനായിരുന്നു. ഞങ്ങൾ എപ്പോഴും അവിടെ നിന്നാണ് വാങ്ങുന്നത്. അപ്പം ഈ അമ്മപ്പട്ടി എൻ്റെ അടുത്ത് വന്ന് കിടന്നു. അപ്പം കടന്ന് ഞങ്ങൾക്ക് ലാസ്റ്റ് പന്നി എടുത്ത് തന്നതിൻ്റെ കൂടെ അവിടെ ഒരു വലിയ കമ്പീൻ്റെ കഷ്ണം കിടപ്പുണ്ടായിരുന്നു, ആ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ആ കമ്പി വടി വെച്ചിട്ട് ഇപ്പൊ വാങ്ങിക്കൊണ്ട് വന്ന ഞങ്ങളവിടെ വാങ്ങി സാധനങ്ങൾ ഇത് അവിടെ ഞങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊരു അമ്മപ്പട്ടിയാണ്. അതിൻ്റെ ഇവിടെ അതിങ്ങനെ തിരിഞ്ഞെടുക്കുക. ചിക്കൻ കടയിലായിരുന്നു. ഇവര് ചിക്കൻ കടയിലായിരുന്നു. ഞെട്ടിപ്പോയി. ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ഞങ്ങളൊരൊറ്റ അടിയല്ലേ കൊടുത്തേ. ആ കമ്പി വെച്ചിട്ട് അതിന്റെ പുറത്തിനിട്ട് നോക്കിയിട്ട് അയാൾ നല്ല ശക്തിക്ക് അയാൾ അടിച്ചു കരഞ്ഞു. അത് കണ്ടിട്ട് ഞങ്ങളുടെ മൂത്തിട്ട് ചിരിച്ചു. എന്താ പറയാ, അവിടെ പറയാനുള്ള വോയിസ് ഇല്ല. തെരുവ് നായ്ക്കളെ കാര്യം എല്ലാവരും കുറ്റം പറയും, കടിച്ചു, അതൊക്കെ നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നേരത്തെ ഉപദ്രവിക്കാത്ത ഭക്ഷണം നിങ്ങൾക്ക് കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അന്ന് ഓർക്കാം അത് കടയിൽ കയറി വല്ലതും എടുത്തു ഓർക്കാം. പക്ഷെ ഞാനീ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്ന അമ്മയാണ്. കാരണം അതിനെ കണ്ടാൽ മനസ്സിലാവും. പക്ഷെ അയാൾക്ക് അതിന് ഉപദ്രവം ഷൂ എന്ന് പറഞ്ഞ് ഓടിച്ചത് പോകും. അയാൾക്ക് അവിടെ ഉപദ്രവം എത്ര പേര് ഇങ്ങനെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് അറിയോ? അതിനെ അറിയാതെ വന്നിട്ട് പുറകിന്നാണ് അയാൾ. അത് ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടല്ല. എന്റെ അടുത്ത് വന്ന് അയാൾ ഉപദ്രവിക്കുന്നത് ഞാൻ അറിയാമെങ്കിൽ എന്റെ മുമ്പിൽ കിടന്നിട്ടാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുമല്ലായിരുന്നു. എന്റെ മുമ്പിൽ കിടന്നിട്ടാണ് അയാൾ എന്നെ അടിച്ചതറിയോ. അതിനുള്ളത് നോക്കിക്കോ, അയാൾക്ക് കിട്ടിയിരിക്കും. അമ്മ ഈ കരയിലെ അവൻ അപ്പം തൊട്ട് തുടങ്ങിയത് കരച്ചിൽ. എന്ത് ചെയ്യാനാ, ഞങ്ങൾ ഞെട്ടിപ്പോയി. അമ്മ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ കണ്ടേ. ഞാനും ബൈക്കിൽ ഞെട്ടിപ്പോയി. ഞാനും ഓടിക്കാൻ വന്ന അതിനെ ഞാൻ എനിക്ക് അറിയത്തില്ല. അപ്പോഴേക്ക് ഇയാൾ അടിച്ചു വരുന്നു. അമ്മേ, നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ എന്തിനാ അതിനെ ഉപദ്രവിക്കുന്നത്? മിണ്ടാപ്രാണിയാ. അതിന് ഞാൻ പറഞ്ഞില്ലേ, അതിന് പോന്ന് പറഞ്ഞത് പോകും. മനുഷ്യന്മാരെക്കാളും ഇവരുണ്ട് മൃഗങ്ങൾക്ക്. ഞാൻ ഓടിച്ചേനെ. അവന് നാളെ എൻ്റെ അടുത്ത് വന്ന് കിടന്നവനാ. എന്തെങ്കിലും ചെയ്തോ? അതന്നെ. അത് അയാള് നമുക്ക് തരലും അതിനെടുത്ത് അടിക്കലും ഒരുമിച്ചായിരുന്നു. നമുക്ക് എപ്പോഴും ക്യാമറ ഓൺ ആക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ല. വീഡിയോ കുഞ്ഞേട്ടൻ്റെ അടുത്ത് ക്യാമറ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ അത് വീഡിയോയിൽ വന്നേനെ. അമ്മ അവരോട് നമ്മൾ എന്ത് പറയുന്നമ്മേ? അത് തന്നെ എന്താ പറയുന്നത്? 100 ന്യായങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പറയും. വേണേ അവരെ കടിച്ചു എന്ന് വരെ വേണേ അവര് പറയും. അത് തന്നെ
വാ വാ. ഇല്ല, സാക്ഷികളായിട്ട് ഞങ്ങളുണ്ടല്ലോ, ഞങ്ങള് കണ്ടോണ്ട് നിൽക്കുമല്ലോ എവിടെയാണ് നടക്കുന്നതെന്ന്. ആ CCTV എടുത്ത് നോക്കിക്കോളാൻ പറ. അത് നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും വരില്ലാത്തോണ്ടല്ലേ നിങ്ങളെ ദ്രോഹിക്കും. അത് അല്ല, ഇവരെന്തോരം പേരുടെ ഉപദ്രവം സഹിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എന്താ പറയാ, ഒറ്റയടിക്ക് അവരെ ഇല്ലാതാക്കാനും ഇതാക്കാനും ഒക്കെ പറ്റും. തെറ്റ് ചെയ്യാത്ത ഒരുപാട് പട്ടികളുണ്ട്. മനുഷ്യനായാലും മൃഗമായാലും വേദനയാ. എല്ലാവർക്കും വേദന സെയിം ആണ്. വെറുതെ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, നമ്മൾ കടിക്കാൻ വന്നിട്ടാണെങ്കിൽ നമ്മളെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തെന്ന് പറയാം. പക്ഷെ വെറുതെ അത് അറിഞ്ഞില്ല. അതും അത്രയും വലിയ സാധനം വെച്ചിട്ടല്ലേ അടിച്ചത്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തൊന്നുമല്ല, വലിയ കമ്പി കഷ്ണം കൊണ്ട് അതിന്റെ നെടുമ്പുറത്തായിട്ടാണ് അയാൾ അടിച്ചത്. എന്തിനാ ദൈവം അങ്ങനെയുള്ളതിനൊക്കെ സൃഷ്ടിക്കുന്നത്? അത് അങ്ങനെ അവർ തോന്നിപ്പോവുക.